നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് ബഹ്റിൻ യുവജനകാര്യ മന്ത്രാലയം യങ് ഫാമേഴ്സ് മാർക്കറ്റ് എന്ന സമഗ്ര ദേശീയ പരിപാടി സംഘടിപ്പിക്കുന്നു. സുസ്ഥിര ഭാവിക്കായി യുവാക്കളെ ശാക്തീകരിക്കൽ എന്ന പ്രമേയത്തിലുള്ള പരിപാടി യൂത്ത് സിറ്റി 2030 പദ്ധതിയുടെ 14ാമത് പതിപ്പിന്റെ ഭാഗമായി ചൊവ്വാഴ്ചയാണ് നടക്കുക. യുവജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നതിനായാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ഓഗസ്റ്റ് 12-ന് ലോക യുവജന ദിനം ആചരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയുമായി സഹകരിച്ച് ബഹ്റിനും ഈ ദിനം ആചരിച്ചു വരുന്നു. സെപ്റ്റംബർ 1 മുതൽ കിങ് ഹമദ് ഹൈവേയിൽ തിരക്കേറിയ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്ന് ബഹ്റിൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വ്യക്തമാക്കി. ഹൈവേകളിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ തീരുമാനമെന്നാണ് ബഹ്റിൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. നിയന്ത്രണ പ്രകാരം സെപ്റ്റംബർ 1 മുതൽ തിരക്കേറിയ സമയങ്ങളായ രാവിലെ 6:30 മുതൽ 8 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയും 3 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വലിയ വാഹനങ്ങൾക്ക് കിങ് ഹമദ് ഹൈവേയിൽ പ്രവേശനം നിഷേധിക്കും. അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻകൂർ അനുമതി ലഭിച്ച പൊതുസേവന വാഹനങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമല്ല. ഗാസ മുനമ്പിൽ പൂർണ്ണ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തെ ശക്തമായി അപലപിച്ചും പൂർണ്ണമായും നിരസിച്ചും സംയുക്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടി നിയോഗിച്ച ബഹ്റിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ മന്ത്രിതല സമിതിയുടെ പ്രസ്താവന. ഇസ്രായേലിന്റെ പ്രഖ്യാപനം അപകടകരവും അസ്വീകാര്യവും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമായും നിയമവിരുദ്ധമായ അധിനിവേശം സ്ഥാപിക്കാനും അന്താരാഷ്ട്ര നിയമസാധുതയ്ക്ക് വിരുദ്ധമായി ബലപ്രയോഗത്തിലൂടെ ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാനുമുള്ള ശ്രമമായും കണക്കാക്കുന്നുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ഏകദേശം 2 വർഷമായി ഗാസ മുനമ്പിലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന സമഗ്രമായ ആക്രമണവും ഉപരോധവും നേരിടുന്ന പലസ്തീൻ ജനതയ്ക്കെതിരായ ഗുരുതരമായ ലംഘനങ്ങളെ വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ക്ലബിന്റെ ഓണാഘോഷം ആവണി 2025 സെപ്റ്റംബർ 18-ന് പതാക ഉയർത്തൽ ചടങ്ങോടെ ആരംഭിക്കും. ഡാൻസ് ധമാക്ക സീസൺ 2 സിനിമാറ്റിക് നൃത്ത മത്സരവും പരിപാടിയിൽ പ്രശസ്ത ഡാൻസറായ റംസാൻ മുഹമ്മദ് അതിഥിയായും പങ്കെടുക്കും. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി തിരുവാതിര, ഓണപ്പുടവ, ഓണപ്പാട്ട്, പൂക്കളം, പായസം, വടംവലി എന്നീ മത്സരങ്ങളും അരങ്ങേറും. ഒക്ടോബർ 2 വ്യാഴാഴ്ച വൈകിട്ട് പ്രശസ്ത ഗായകനും നടനുമായ ആബിദ് അൻവർ, ദിവ്യ നായർ എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോയും അരങ്ങേറും. ഒക്ടോബർ 3 വെള്ളിയാഴ്ച വടംവലി മത്സരവും സഹൃദയ സംഘത്തിന്റെ നാടൻ പാട്ടും ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് ഒക്ടോബർ 10-ന് 3500-ലധികം അംഗങ്ങൾക്ക് രുചികരമായ ഓണസദ്യയും ഈ വർഷം 1000-ലധികം തൊഴിലാളി സുഹൃത്തുക്കൾക്ക് സൗജന്യ ഓണസദ്യയ്ക്കുള്ള അവസരവും ക്ലബ്ബ് ഒരുക്കുന്നു. ഇന്ത്യൻ ക്ലബിന്റെ ഭരണസമിതി ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ജനറൽ കൺവീനറായി സാനി പോൾ കോളങ്ങാടിനെയും ആവണി 2025-ന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് 51 അംഗങ്ങളുടെ സംഘാടക സമിതിയും രൂപീകരിച്ചു. മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ജനറൽ സെക്രട്ടറി അനിൽകുമാറിനെ 3936 എന്ന നമ്പറിലും എന്റർടൈൻമെന്റ് സെക്രട്ടറി S നന്ദകുമാറിനെ 36433552 എന്ന നമ്പറിലും അസിസ്റ്റന്റ് എന്റർടൈൻമെന്റ് സെക്രട്ടറി റൈസൻ വർഗീസിനെ 39952725 എന്ന നമ്പറിലും ബന്ധപ്പെടാം.
പടവ കുടുംബവേദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ജൂനിയർ കാറ്റഗറി, 11 വയസ്സ് മുതൽ 16 വയസ്സ് വരെ സീനിയർ കാറ്റഗറി എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് സുനിൽ ബാബുവിനെ 33532669 അല്ലെങ്കിൽ മുസ്തഫ പട്ടാമ്പിയെ 37740774, ഉമ്മർ പാനായിക്കുളത്തിനെ 39990263 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും സംഘാടകർ അറിയിച്ചു. സൽമാബാദിലെ നിർമ്മാണ സ്ഥലത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് കൈത്താങ്ങായി ചാരിറ്ററി ഡ്രൈവ് സംഘടിപ്പിച്ചു. സെന്റ് ക്രിസ്റ്റഫേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ 12 വയസ്സുകാരി സിമ്ര റാസയാണ് തൊഴിലാളികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്ന ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത്. സ്കൂൾ സുഹൃത്തുക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് സിമ്ര റാസ പരിപാടി നടത്തിയത്. സംഘാടകർ സൈറ്റ് മാനേജ്മെന്റ് സഹകരണത്തിന് നന്ദി അറിയിക്കുകയും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഏവരെയും ക്ഷണിക്കുന്നതായും അറിയിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കേരളത്തിന്റെ തേജസ്സായിരുന്നു മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് KMCC ബഹ്റൈൻ സംസ്ഥാന കമ്മിറ്റി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണ സംഗമത്തിലെ പ്രാസംഗികർ പറഞ്ഞു. തങ്ങളോർമ്മയുടെ 16 ആണ്ട് എന്ന ശീർഷകത്തിലാണ് അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചത്. KMCC ബഹ്റൈൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര അധ്യക്ഷനായി പങ്കെടുത്തു. സംഗമത്തിൽ സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ, പ്രസിഡന്റ് സമസ്ത ബഹ്റൈൻ, അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ, ചെയർമാൻ ഇന്ത്യൻ സ്കൂൾ, അസൈനാർ കളത്തിങ്കൽ സെക്രട്ടറി വേൾഡ് KMCC, രാജു കല്ലുംപുറം പ്രസിഡന്റ് OICC, SV ബഷീർ, അസ്ലം വടകര വൈസ് പ്രസിഡന്റ് KMCC, പ്രദീപ് പുറവങ്കര മാധ്യമപ്രവർത്തകൻ, ഷിബിൻ തോമസ് പ്രസിഡന്റ് IYCC, ഡോക്ടർ ചെറിയാൻ, സജിത്ത് വെള്ളിക്കുളങ്ങര നൌക ബഹ്റൈൻ, ബദറുദ്ദീൻ പൂവാർ ഫ്രണ്ട്സ് അസോസിയേഷൻ എന്നിവർ അനുസ്മരണ പ്രസംഗവും നടത്തി. ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം സ്വാഗതവും വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ അസീസ് നന്ദിയും രേഖപ്പെടുത്തി. സൽമാനുൽ ഫാരിസ്, ബിനു കുന്നന്താനം എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന ഭാരവാഹികൾ സംഗമത്തിന് നേതൃത്വം നൽകി. ബഹ്റൈനിൽ അരനൂറ്റാണ്ടോളം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്ന കണ്ണൂർ ചെറുകുന്ന് സ്വദേശി കുഞ്ഞഹമ്മദിന് പ്രവാസി വെൽഫെയർ ബഹ്റൈൻ യാത്രയയപ്പ് നൽകി. 1977 ബഹ്റൈനിലെത്തിയ അദ്ദേഹം ഗൾഫ് പ്രവാസത്തിന്റെ ആദ്യ തലമുറയുടെ പ്രതിനിധിയും ആധുനിക ബഹ്റൈന്റെ വളർച്ചയും കുതിപ്പും നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ വ്യക്തിയുമാണ് എന്ന് യാത്രയയപ്പ് നൽകി സംസാരിച്ച പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ പറഞ്ഞു. ആശംസകൾ നേർന്ന ഡോക്ടർ ഹമീൽ അരഞ്ഞിക്കൽ, മൊയ്തു തിരുവള്ളൂർ, ഹാജി ഹസൻ ഗ്രൂപ്പ് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പ്രവാസി വെൽഫെയർ സെക്രട്ടറി ഇർഷാദ് കോട്ടയം സ്വാഗതം ആശംസിച്ചു. കുഞ്ഞഹമ്മദ് സാഹിബ് മറുപടി പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിനുള്ള പ്രവാസി വെൽഫെയർ ഉപഹാരം പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ നൽകി. ഷാഹുൽ വെന്നിയൂർ, രാജീവ് നാവായിക്കുളം, അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. BMC ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ലെന്നും മേക്ക് ഇൻ ഇന്ത്യ ഉത്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ആലോചിക്കുകയാണ് ഇന്ത്യ. അലുമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാനാണ് ആലോചന. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് നാളെ നടക്കാനിരിക്കെ വോട്ട് കൊള്ളയ്ക്കെതിരായ സമൂഹ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് രാഹുൽ ഗാന്ധി. കർണാടകയിലെ ഒരു ലോക്സഭാ സീറ്റിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോരാട്ടം തുടങ്ങിയ രാഹുൽ തന്റെ പ്രചാരണത്തിന് ദേശീയ പിന്തുണ തേടിയുള്ള നീക്കത്തിനാണ് തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള തടയാനുള്ള പ്രചാരണത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ മുന്നേറ്റം. വോട്ട് ചോരി .in എന്ന വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷന്റെ പ്രചാരണം.
തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നതായും രാഹുൽ പറഞ്ഞു. വോട്ട്ചോരി.in എന്ന പേരിലുള്ള വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാനാണ് രാഹുലിന്റെ ആഹ്വാനം. മിസ്ഡ് കോളിലൂടെയും പ്രചാരണത്തിൽ ചേരാമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടേണ്ടത് തിരഞ്ഞെടുപ്പ് രംഗത്ത് സുതാര്യത ഉറപ്പാക്കാൻ അനിവാര്യമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ സഖ്യകക്ഷികളുടെ പിന്തുണയേറുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ സ്ഫോടനാത്മകമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി MA ബേബി പിന്തുണ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടക്കാരെ നിറച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രം നിയന്ത്രിക്കുകയാണെന്നും CPM ആരോപിച്ചു. കർണാടകത്തിന് അനുവദിച്ച 11ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരുവിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബംഗളൂരുവിനും ബംഗളാവിക്കുമിടയിലുള്ള ഈ പുതിയ സർവീസ് സംസ്ഥാനത്തെ റെയിൽ ഗതാഗതത്തിന് വലിയ ഉത്തേജനം നൽകുന്നു. ബംഗളൂരു KSR റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഈ പുതിയ ട്രെയിൻ സർവീസിന് തുടക്കം കുറിച്ചത്. പുതിയ ബംഗളൂരു ബെളഗാവി വന്ദേ ഭാരത് എക്സ്പ്രസ് തിങ്കളാഴ്ച മുതൽ സാധാരണ സർവീസ് ആരംഭിക്കും. പുതിയ സർവീസ് ഉൾപ്പെടെ കർണാടകത്തിന് ഇപ്പോൾ 11 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ലഭിച്ചിരിക്കുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീട് യാഥാർത്ഥ്യമാകുന്നു. 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീടിന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തറക്കല്ലിട്ടു. 3.5 മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ മേൽനോട്ടത്തിലാണ് വീടിന്റെ നിർമ്മാണം. 20 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന വീടിന്റെ നിർമ്മാണം സമയബന്ധിതമായി ചെയ്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.